ഹലോ എവറിബഡി, വെൽക്കം ടു ജോ ടോക്സ് ഫുട്ബോൾ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാച്ച് വീക്ക് 23ൻ്റെ പ്രിവ്യൂ ആണ്. ജാനുവരി 25th 26th ഒരുപാട് മാച്ചസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലുണ്ട്. നമ്മൾ ഇന്ന് അത് ഏതൊക്കെ മാച്ചസ് ആണ് ആൻഡ് മൈ ഒപ്പീനിയൻ അബൌട്ട് ഹൗ ദോസ് ഗെയിം മൈറ്റ് ടേൺ ഔട്ട് ടു ബി. വിതൗട്ട് എനി ഫർദർ അഡ്യൂ, വെൽക്കം ടു ദ ഷോ. ലിവർപൂൾ വേഴ്സസ് ഇപ്സ്വിച്ച് ടൗൺ. ഈ ഇപ്സ്വിച്ച് ടൗണിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. കഴിഞ്ഞ കളി മാൻ സിറ്റിയുമായിട്ട് മാൻ സിറ്റി 6-0 തകർത്തു. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഈ കളി ലിവർപൂളുമായിട്ട്, അതും ആൻഫീൽഡിൽ. ഏതാണ് പലക ഏതാണെന്ന് മനസ്സിലാകരുത്. മനസ്സിലായ ശരി വെച്ചേ. അത് തന്നെ പഞ്ഞക്കിടും. വൂൾസ് വേഴ്സസ് ആർസണൽ. ഈ ഗെയിമിനെ പറ്റി ഞാനിപ്പോൾ എന്താ പറയുക. വൂൾസ് അത്ര മോശമായിട്ടൊന്നും അല്ല ചെൽസിയുമായിട്ട് കഴിഞ്ഞ വീക്കിൽ കളിച്ചത്. ഫസ്റ്റ് ഹാഫ് നല്ല കിടിലനായിട്ട് കളിച്ചത്. സെക്കൻഡ് ഹാഫ് അത്ര മോശമൊന്നും അല്ലായിരുന്നു. അതുപോലെ വൂൾഫ് കളിക്കുകയാണെങ്കിൽ ആർസണൽ മണി, അത് തന്നെ ഇമ്മണി കഷ്ടപ്പെട്ടു. ഈശ്വര, ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഫുൾഹാം വേഴ്സസ് മാൻ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശം ഒരു ടീം ഉണ്ടായിട്ടില്ല. അയ്യോ എന്ന് ഞാനല്ല പറഞ്ഞു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ച് തന്നെ പറഞ്ഞതാണ് കഴിഞ്ഞ കളി ബ്രൈറ്റണുമായിട്ട് തോറ്റതിന് ശേഷം. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അത് ഈ കളിയിൽ എങ്ങനെ റിഫ്ലക്റ്റ് ആവുമെന്ന് നമുക്ക് കാണാം. പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ പ്ലെയേഴ്സ് എടുക്കുന്നതെന്ന്. ഇതാരും അത്ര പോസിറ്റീവായിട്ട് എടുക്കാൻ സാധ്യതയില്ല. എനിവേ, ഫുൾഹാം അത്ര മോശം ടീമൊന്നുമല്ല. കളക്റ്റീവ്ലി നോക്കുകയാണെങ്കിൽ വെൽ ഡ്രിൽഡ് ടീമാണ്, ഓർഗനൈസ്ഡ് ടീമാണ്. വെൻ ദേ ആർ ഗോയിങ് ഫോർവേഡ് ദേ ആർ മോർ കാൽക്കുലേറ്റീവ്. സോ ദേ വിൽ ഗിവ് എ വെരി ടഫ് ടൈം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളിൽ ഒരുപാട് നല്ല ഇൻഡിവിജ്വൽ ടാലൻസ് ഉണ്ട്. ഗാർനാച്ചോ, ബ്രൂണോ ഫെർണാണ്ടസ്, ഇവരുടെയൊക്കെ ഒരു മൊമെന്റ് ഓഫ് മാജിക് മതി കളി ചേഞ്ച് ആവാൻ. ഊരുക്കുള്ള പോയി കാട്ടു പാർക്ക അച്ഛോ അവരാ ഭയങ്കരമാണ് വരച്ച് അവരുടെ കുറിച്ച് ചാക്കരിക്കായിരുന്നുപ്പാ. സോ ഇറ്റ് വിൽ ബി എ ടൈറ്റ് മാച്ച്. എൻ്റെ പ്രഡിക്ഷൻ ഇതാണ്: മാൻ സിറ്റി വേഴ്സസ് ചെൽസി. ഈ മാനേജർമാർ കൂടുതൽ ടെക്നിക്കൽ ആവാതിരിക്കുകയാണെങ്കിൽ നല്ല കിടിലൻ മാച്ചായിരിക്കും കാണാൻ. ഈ പ്ലെയേഴ്സിനെ അവരുടെ എന്ന് വെച്ചാൽ കുറച്ച് ഫ്രീഡം കൊടുത്തിട്ടുള്ള കളിയാണെങ്കിൽ നല്ല അടിപൊളി ഗെയിം ആയിരിക്കും. എന്തോ എങ്ങനെ സൂപ്പർ ഗെയിം ആയിരിക്കും. അതല്ല, രണ്ടുപേരും ഇഫ് ദേ ആർ ടു കോഷ്യസ്, എനിക്ക് തോക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ വരികയാണെങ്കിൽ നല്ല ബോറിംഗ് ഗെയിം ആയിരിക്കും. ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ടോട്ടൻഹാം വേഴ്സസ് ലെസ്റ്റർ സിറ്റി. ഈ സീസണിലെ 2 ലോക പരാജയങ്ങൾ. പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. 2 ടീം കഴിഞ്ഞ 5 കളി ജയിച്ചിട്ടില്ല. ലെസ്റ്റർ സിറ്റി 5-5 പൊട്ടി. ടോട്ടൻഹാം 5-4 പൊട്ടി, ഒരെണ്ണം ഡ്രോ. ഇനി 6ാമത്തത് ആര് പൊട്ടുമെന്ന്, ഇല്ലെങ്കിൽ 6ാമത്തത് ആര് ഡ്രോ ആക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇവരാണ് ആർസണലിനെ കളിയാക്കുന്നത്. പോയി തരത്തി കളിക്കടേ. நான் வீழ்வேன் என்று நினைத்தாயோ? ബ്രൈറ്റൺ വേഴ്സസ് എവർട്ടൺ. ബ്രൈറ്റൺ കഴിഞ്ഞ കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പൊട്ടിച്ച കോൺഫിഡൻസും എവർട്ടൺ കഴിഞ്ഞ കളി ടോട്ടൻഹാമിനെ പൊട്ടിച്ച കോൺഫിഡൻസുമായിട്ടാണ് ഈ കളിയിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല, ബ്രൈറ്റൺ തന്നെ ജയിക്കും. അത് ചെറിയ മാർജിനൊന്നുമല്ല, നല്ല വലിയ മാർജിൻ. സൗത്താംപ്ടൺ വേഴ്സസ് ന്യൂകാസിൽ. കാര്യം ശരിയാ, ന്യൂകാസിലിന് ഇടയ്ക്കൊന്ന് വാളിയെങ്കിലും ഒന്നും നോക്കാനില്ല. ഈ കളി ന്യൂകാസിൽ ജയിച്ചിരിക്കും. ബോൺമത്ത് വേഴ്സസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഇതൊരു നല്ല മാച്ചായിരിക്കും, ഉറപ്പാണ്. കാരണം ബോൺമത്ത് അത്യാവശ്യം ഫോമൊക്കെ ഒന്ന് പിക്കപ്പായി വരുന്നുണ്ട്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഓൾറെഡി നല്ല ഫോമിലാണ്. ബോൺമത്ത് ഒരു ഡാർക്ക് ഹോഴ്സ് ടോപ്പ് 4 ആവാൻ ചാൻസ് ഉണ്ട്, ഈ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോലെ തന്നെ. അതുകൊണ്ട് ബോൺമത്ത് അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഡിഫെൻസീവ് ആവാൻ ചാൻസ് ഇല്ല. അവരവരുടെ ഹോമിലാണ് കളിക്കുന്നത്. സോ ബോൺമത്ത് വിത്ത് ജസ്റ്റിൻ ക്ലൈവേർട്ട് നല്ല ഫോമിലാണ്.
ന്യൂ കാസ്റ്റലിനെ പൊടിച്ചാണ് ബോൺമത്ത് കഴിഞ്ഞ കളിയിൽ, ഓർക്കണം. ജസ്റ്റിൻ ക്ലൈവേർട്ട് കഴിഞ്ഞ കളി ഹാട്രിക്ക് മേടിച്ചതാണ്. സോ നല്ലൊരു ഗെയിം ആയിരിക്കും. ഇതിൽ എന്താ സംഭവിക്കുക എന്നങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഞാനിത് ബോൺമത്ത് വിന്നാണ് പറയുന്നത്. അല്ല പുണ പാട്ട പോറാ ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ബ്രാൻഫോർഡ്. രണ്ടും അത്ര വലിയ അടിപൊളി ടീമൊന്നുമല്ല. പക്ഷെ എന്നാലും ബ്രാൻഫോർഡ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ടീം. കാരണം ബ്രാൻഫോർഡ് ലിവർപൂളുമായിട്ട് നല്ല പൊരുതി നിന്നായിരുന്നു ലാസ്റ്റ് മിനിറ്റ് വരെ. അവരുടെ ഡിഫൻസ് അടിപൊളിയാണ്. സോ ഈ കളി ഞാൻ ബ്രാൻഫോർഡ് വിന്ന് തന്നെയാണ് പറയുന്നത്. ആസ്റ്റൺ വില്ല വേഴ്സസ് വെസ്റ്റ് ഹാം. കഴിഞ്ഞ കളി ആസ്റ്റൺ വില്ല ആർസണലിനെ സമനില തളച്ചതിൻ്റെ ഒരു കോൺഫിഡൻസുമായിട്ടാണ് ഈ കളിയിൽ വരുന്നത്. ഊനായ് എമറി ലീഡ് ചെയ്യുന്ന ടീം നല്ല ടാക്ടിക്കൽ ടീമാണ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ല, ആസ്റ്റൺ വില്ല തന്നെ വെസ്റ്റ് ഹാമിനെ പൊട്ടി.